കഴിഞ്ഞ കുറേ നാളുകളായി ഗൾഫുകാരുടെ കുടുംബ വിശേഷങ്ങൾക്ക് നാട്ടിൽ വലിയ മാർക്കറ്റാണ്. പ്രത്യേകിച്ച് ഭർത്താവ് വീട്ടിലില്ലാത്തത് കൊണ്ട് നാട്ടുകാർക്ക് ആ കുടുംബത്തിൻ്റെ മേൽ അല്പം നിരീക്ഷണം കൂടുതലായിരിക്കും. ഗൾഫുകാരുടെ ഭാര്യ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്നും ആ വീട്ടിൽ ആരൊക്കെ വന്നു പോകുന്നുണ്ടെന്നും അറിയാനുള്ള കൗതുകം വേറെ. ഇങ്ങനെ അപവാദ പ്രചരണത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അയൽവാസികളുടെ ഒളിഞ്ഞു നോട്ടവും സദാചാര ഗുണ്ടായിസവും നേരിടേണ്ടി വരുന്നവർ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്ക് നേരെയുണ്ടായ അതിക്രമം മലയാളികളുടെ ഒരു പൊതുചിന്തയെ തുറന്നുകാട്ടുന്നതാണ്. ഇതോടൊപ്പം ലിവിങ് ടുഗദർ റിലേഷൻ്റെ അപകടവും പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണവും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നതും അവർ തമ്മിലുള്ള ബന്ധവും നിയമപരമായി കുറ്റമല്ല. എന്നാൽ ഇതിനെ തെറ്റായി കാണുന്ന ചില ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സദാചാര പോലീസ് ചമഞ്ഞ് ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന നാട്ടുകാരെ പേടിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ പാടാണ്. കാസർഗോഡ് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയെയും ആൺസുഹൃത്തിനെയും രാത്രിയിൽ വീട്ടിൽ വെച്ച് മർദ്ദിച്ചത് സദാചാര ഗുണ്ടകളാണ്. വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയും വീഡിയോ പകർത്തുകയും ചെയ്ത കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉദ്യാവാര സ്വദേശികളായ അൻവർ, സെനോഹർ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചതായും എതിർത്തപ്പോൾ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയുടെയും ആൺസുഹൃത്തിന്റെയും വീഡിയോ പകർത്തുകയും ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയും ചെയ്തുവെന്ന കേസിലാണ് 2 പേർ അറസ്റ്റിലായത്. ഉദ്യാവാര സ്വദേശികളായ അൻവർ, സെനോഹർ എന്നിവരാണ് അറസ്റ്റിലായത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരിയും 27-കാരിയുമായ ഭർത്തൃമതിയുടെ പരാതിയിലാണ് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 23 രാത്രി 10:30 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ യുവതിയുടെയും ആൺസുഹൃത്തിന്റെയും വീഡിയോ ചിത്രീകരിക്കായിരുന്നുവെന്ന് മഞ്ചേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്നും ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി യുവതിയോട് പണം ആവശ്യപ്പെട്ടു. പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ഡയമണ്ട് കമ്മൽ ഭീഷണിപ്പെടുത്തി ഊരി വാങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിലും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തൽ തുടർന്നു. താനുമായുള്ള ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്നും ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്നാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. വിവാഹമെന്ന സങ്കല്പത്തോട് തന്നെ വലിയ എതിർപ്പുള്ളവരാണ് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ. ഇതിൽ പലരും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാലോ അവിടെ ഇരയാകപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളായിരിക്കും. തൃശ്ശൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവം ഈ നാട്ടിലെ പെൺകുട്ടികൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവർക്കൊപ്പം എത്തി മുറിയെടുത്ത എടമുട്ടം സ്വദേശിനി ജ്യോതിയും നവജാത ശിശുവുമാണ് മരിച്ചത്. സംഭവത്തിന് പിന്നാലെ ഓട്ടോ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് പറയുന്നു. തൃശൂർ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജിലാണ് യുവതിയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 27-ന് സുഹൃത്തായ ഓട്ടോ ഡ്രൈവർക്കൊപ്പം എത്തിയാണ് യുവതി മുറിയെടുത്തത്. ഇതിനുശേഷം ഓട്ടോ ഡ്രൈവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ഉച്ചയോടെ ഓട്ടോ ഡ്രൈവർ ലോഡ്ജിലെത്തി യുവതിയെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞു. ജീവനക്കാർക്ക് സംശയം തോന്നിയതോടെ വിവരം പോലീസിൽ അറിയിച്ചു. മുറി അകത്തു നിന്ന് പൂട്ടിയതിനാൽ ഫയർഫോഴ്സ് എത്തി ബലമായി തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ യുവതിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ കണ്ടത്. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറായ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
ജ്യോതി വയറുവേദനയ്ക്കുള്ള ഗുളിക ആവശ്യപ്പെട്ടപ്പോൾ മരുന്ന് വാങ്ങി നൽകിയതായി ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയെ മുൻപ് പരിചയമുണ്ടെന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. മുറിയെടുക്കാൻ സഹായം നൽകിയിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെയാണ് അന്വേഷിച്ചെത്തിയതെന്നും തനിക്ക് മറ്റൊന്നും അറിയില്ലെന്നും ഡ്രൈവറുടെ മൊഴിയിലുണ്ട്. അതേസമയം 2024 തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് യുവതി ഓട്ടോ ഡ്രൈവർക്കെതിരെ മുൻപ് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ. കൗമാരക്കാരായ പെൺകുട്ടികളെ സംബന്ധിച്ച് എവിടെയും ചതിക്കുഴികൾ നിറഞ്ഞ ലോകമാണിത്. അപകടങ്ങൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ചെറിയൊരു വീഴ്ച പറ്റിയാൽ, പ്രണയക്കെണിയിൽ വീണാൽ അത് വീട്ടിൽ പറയാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇല്ലെങ്കിൽ തൃശ്ശൂരിലെ 13കാരിക്ക് സംഭവിച്ചതുപോലുള്ള ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് അവൾക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അവൾ ഇപ്പോഴും ഭീതിയോടെയാണ് കഴിയുന്നത്. പ്രതി അബ്ബാസിൻ്റെ കുടുംബത്തിൽ നിന്ന് ഭീഷണി ഉണ്ടെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അമ്മ രംഗത്തെത്തി. ഈ മാസം 17-നാണ് സ്കൂളിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഓടി വാഹനത്തിന് മുൻപിൽ ചാടി 13കാരി ആത്മഹത്യക്ക് ശ്രമിച്ചത്. തുടർന്ന് അധ്യാപകർ കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയത്. കുടുംബം നൽകിയ പരാതിയിൽ പട്ടിക്കാട് സ്വദേശി അബ്ബാസിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇയാൾ പലതവണ പീഡിപ്പിച്ചെന്നായിരുന്നു 13കാരിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇയാളുടെ കുടുംബത്തിൽ നിന്ന് വലിയ ഭീഷണി ഉണ്ടാകുന്നതായി കുടുംബം പറയുന്നു. അബ്ബാസിന്റെ ഭാര്യയും വീട്ടുകാരും ചേർന്ന് ഭീഷണി മുഴക്കിയെന്നാണ് പെൺകുട്ടിയുടെ അമ്മയുടെ പരാതി. ഭീഷണിയാണ്. ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ 14 ദിവസത്തെ റിമാൻഡിനാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയ ഉമ്മാനെയും മോളെയും കൊല്ലുമെന്നാണ് അയാളുടെ വൈഫ് പറയുന്നത്. അബ്ബാസ് കുട്ടിയെ 2 തവണ പീഡിപ്പിച്ചെന്നാണ് പരാതി. മകൾ കടന്നു പോകുന്നത് വല്ലാത്ത അവസ്ഥയിലൂടെയാണ്. മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം അബ്ബാസിനും കുടുംബത്തിനുമാണെന്നും അമ്മ പറയുന്നു. എനിക്ക് എല്ലാം കൊണ്ടും ഭീഷണിയാണ്. ജീവിക്കാനും ഭീഷണി, എല്ലാം കൊണ്ടും ഭീഷണിയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയുന്നില്ല. ഇയാൾക്കാണെങ്കിൽ കുറേ കേസുകൾ, ഈ പെണ്ണ് കേസുകളും ഇഷ്ടം പോലെ ഉണ്ട്. താനും ഭാര്യ ഇതിന് കൂട്ടു നിൽക്കുകയാണ്. നേരത്തെ വീട്ടിൽ വെച്ചും 13കാരി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും മാതാവ് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും മകൾക്ക് സംരക്ഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 തൃശൂർ. കുട്ടികളാണേലും മുതിർന്നവരാണേലും ജീവിതത്തിൽ വീഴ്ചകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ഒരു ചതിക്കുഴിയിൽ വീണെന്ന് മനസ്സിലായാൽ അത് തുറന്നു പറയാനുള്ള സാഹചര്യം എത്ര വീടുകളിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനുമുള്ള മനോഭാവം മാതാപിതാക്കൾ കാണിക്കാറുണ്ടോ? മലപ്പുറം തിരൂരിലെ ഒരു പെൺകുട്ടി അവൾ നേരിട്ട ഭീഷണിയെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞു. നഗ്ന ഫോട്ടോ കാണിച്ച് പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത യുവാവിനെക്കുറിച്ച് വീട്ടുകാരെ അറിയിച്ചതോടെയാണ് വലിയൊരു ചതിയുടെ കഥ പുറത്തു വന്നത്. സംഭവത്തിൽ അതിവേഗത്തിൽ തന്നെ പോലീസ് കേസെടുത്തു. എന്നാൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ യുവാവ് കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. പിന്നീട് സാഹസികമായാണ് പ്രതി അജ്മലിനെ അറസ്റ്റ് ചെയ്തത്. പോക്സോ അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ അജ്മലിനെ രാമനാട്ടുകാരിൽ നിന്നാണ് പിടികൂടിയത്. നഗ്നചിത്രങ്ങൾ കാണിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുകയും കേസിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമത്തിനിടെ പോലീസിനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് അജ്മൽ ഒളിവിലായിരുന്നത്. തിരൂർ പോലീസ് ഒളിസംഘത്തിൽ നിന്ന് സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. ചമ്രോട്ടം സ്വദേശിയാണ് 22കാരനായ അജ്മൽ. കഴിഞ്ഞ ദിവസം അജ്മൽ പെരിന്തല്ലൂരിൽ നിന്ന് തിരൂർ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് തിരൂർ പോലീസ് പിന്തുടരുകയും BP അങ്ങാടിയിൽ വെച്ച് ബൈക്ക് കാറിന് കുറുകെ നിർത്തി കാറിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അജ്മൽ കാർ പൊടുന്നനെ മുന്നോട്ടെടുത്തു. CPOമാരായ ആശിഷ് ചീഫിനെയും അനന്തുവിനെയും ഇടിച്ചിട്ട ശേഷം ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു.
പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതി രാമനാട്ടുകര ഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കി തിരൂർ CI അനിൽ മേപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സാഹസികമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോക്സോ അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അജ്മലെന്ന് പോലീസ് പറഞ്ഞു. SI-മാരായ സുജിത്, വിശാഖ്, CPO-മാരായ അനീഷ്, അനന്തു, ടോണി വർഗീസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരൂർ. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ താരസംഘടനയായ അമ്മായിലുണ്ടായിരുന്നത്. എന്നാൽ താരങ്ങളുടെ ഈഗോയും പിടിവാശയും കാരണം നടി അൻസിബയെ കേൾക്കാൻ പോലും ആരും തയ്യാറായില്ല. പല രീതിയിൽ അധിക്ഷേപങ്ങളും അവഗണനയും നേരിട്ടപ്പോഴാണ് അൻസിബ നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. ഒടുവിൽ അമ്മയിലെ കൂട്ടരാജിയും പിന്നീട് നാണക്കേടും കേസുമായി. നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു, മതപരിവർത്തനം ആരോപിച്ചു എന്നിങ്ങനെയാണ് അൻസിബയുടെ പരാതിയിലുള്ളത്. നടി അൻസിബ നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് ടിനി ടോമിനെതിരെ കേസെടുക്കാൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. ഇതോടെയാണ് നടി കോടതിയെ സമീപിച്ചത്. പിന്നാലെ ഹർജിയിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. തുടർന്നാണ് കേസെടുക്കാനുള്ള കോടതിയുടെ നടപടി. ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു, മതപരിവർത്തനം ആരോപിച്ചു എന്നിങ്ങനെയാണ് അൻസിബയുടെ പരാതിയിലുള്ളത്. നേരത്തെ താരസംഘടനയായ അമ്മയിൽ അൻസിബ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ സംഘടന ഗൗരവമായി പരിഗണിച്ചിരുന്നില്ല. തുടർന്ന് നിയമവഴി തേടിയ അൻസിബ കടവന്ത്ര പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ആരോപണ വിധേയരായ ടിനി ടോം ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ടിനി ടോമിനെതിരായ പരാതി വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മതിയായ തെളിവുകളോടെ അൻസിബ കോടതിയെ സമീപിച്ചതും അനുകൂലമായ ഉത്തരവ് നേടിയെടുത്തതും. ന്യൂസ് 18 കൊച്ചി. ഒരു ഗുണ്ടയാണെങ്കിലും ക്രിമിനലാണെങ്കിലും നന്നാകാൻ തീരുമാനിച്ചാൽ നമ്മുടെ സമൂഹം അവരെ അംഗീകരിക്കാറുണ്ടോ? അയാൾ ഒരു നല്ല കാര്യം ചെയ്താലോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലോ സംശയത്തോടെ കാണുന്നവരാണ് നമ്മൾ മലയാളികൾ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ MP കൊച്ചിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗുണ്ടകൾ പങ്കെടുത്തതിനെ എന്തോ മോശം കാര്യമായി കാണുന്നവരുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ എല്ലാവരും അണിനിരക്കട്ടെ. എന്നാൽ അതിൻ്റെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. കൊച്ചിയിലെ ഓപ്പറേഷൻ തൂഫാൻ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തയാൾ പിന്നീട് ബാറിൽ മദ്യപിച്ച ശേഷം കാട്ടിക്കൂട്ടിയ പരാക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മട്ടാഞ്ചേരി ബാറിൽ വയോധികനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി ഷിബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ചയാണ് മട്ടാഞ്ചേരിയിലെ ബാറിൽ സംഘർഷം നടന്നത്. പ്രതി ചുറ്റിക്കൊണ്ട് വയോധികനെ മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വയോധികനെ മർദ്ദിച്ച തറയിൽ തള്ളിയ ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ ബാറിലിരുന്ന് മദ്യപിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഷിബുവിനെതിരെ വേറെയും കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ ഇയാളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ MP യോഗം വിളിച്ചു ചേർത്തത്. ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. യോഗത്തിന് മുൻനിരയിൽ ഇപ്പോൾ കൊലപാതക ശ്രമക്കേസിൽ പ്രതിയായ ഷിബുവും ഉണ്ടായിരുന്നു. ലഹരി വിരുദ്ധ യോഗത്തിൽ പങ്കെടുത്തതിന് പിറ്റേ ദിവസമാണ് ഷിബു കേസിൽ പ്രതിയാകുന്നത്. ലഹരി വിരുദ്ധ യോഗത്തിന്റെ പേരിൽ നടന്ന കൂട്ടായ്മയ്ക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത അമർഷമുണ്ട്. തങ്ങളുടെ അറിവോടെയല്ല യോഗം സംഘടിപ്പിച്ചതെന്ന് എറണാകുളം DCC വ്യക്തമാക്കി. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ തൂഫാൻ പോരാളിയാകാൻ ശ്രമിക്കുകയും പിറ്റേന്ന് തന്നെ ബാറിൽ അടിപിടിയുണ്ടാക്കി കൊലപാതക കേസിൽ പ്രതിയാകുകയും ചെയ്തതോടെ സുധാകരൻ സംഘടിപ്പിച്ച യോഗത്തിനെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. അതേസമയം
ക്രിമിനലുകൾ സ്വയം തെറ്റുതിരുത്തി സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന നടപടിയെ സ്വാഗതം ചെയ്യണമെന്ന വാദവും ഉയരുന്നുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ ആട്ടിൻ തോലണിഞ്ഞവർ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പൊതുവിലുയരുന്ന വികാരം. ന്യൂസ് 18 കൊച്ചി. വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടൽ വല്ലാത്തൊരു വേദനയാണ്. രോഗാവസ്ഥയിൽ ആരും നോക്കാനില്ലെന്നും പരിചരിക്കാനില്ലെന്നുമുള്ള തോന്നൽ ചിലരെ വിഷാദത്തിലേക്ക് തള്ളിവിടാം. ആത്മഹത്യ ചിന്ത വരെ മനസ്സിലുയരാം. തിരുവനന്തപുരം കല്ലമ്പലത്ത് ബന്ധുക്കളായ വയോധികർ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി മരിച്ച സംഭവം ഏറെ നടുക്കമുളവാക്കുന്നതാണ്. ഒറ്റൂർ നെല്ലിക്കോട് സ്വദേശികളായ സുധാകരൻ, സഹോദര ഭാര്യ ഓമന എന്നിവരാണ് മരിച്ചത്. ഇരുവരും ഏറെക്കാലമായി ഒരുമിച്ചായിരുന്നു താമസം. നെല്ലിക്കോട് പെരിഞ്ഞാങ്കോണം കാഞ്ഞിരവിള വീട്ടിൽ 92 വയസ്സുള്ള സുകുമാരൻ, ഇദ്ദേഹത്തിന്റെ സഹോദര ഭാര്യയായ 85 വയസ്സുള്ള ഓമന എന്നിവരാണ് മരിച്ചത്. തീ കൊളുത്തി മരിച്ച നിലയിൽ വീടിനുള്ളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് വഴിയാത്രക്കാരിയായ നാട്ടുകാരി കണ്ടതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത്. ഇരുവരും ഒരുമിച്ചായിരുന്നു താമസം. ഏറെ നാളായി ഓമന കിടപ്പ് രോഗിയായിരുന്നു. സുകുമാരനെയും കേൾവി സംബന്ധമായ പ്രശ്നങ്ങളടക്കം ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്നു. സംഭവം അറിഞ്ഞ് കല്ലമ്പലം പോലീസും നാവായിക്കുളത്തു നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. അപ്പോഴേക്കും വയോധികരുടെ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം പൊള്ളലേറ്റ് കരിഞ്ഞുപോയിരുന്നു. മൃതദേഹങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഒരുമിച്ച് ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 ആറ്റിങ്ങൽ. പല തട്ടിപ്പുകാരെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ OLXിലൂടെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളും ഫോണുകളും വാങ്ങിയ ശേഷം ചെക്ക് നൽകി തട്ടിപ്പ് നടത്തുന്ന ഒരു ബിരുദനെക്കുറിച്ച് അറിയണം. കേരളത്തിലുടനീളം കറങ്ങി നടന്ന് കടകളിലും OLX ഇടപാടുകൾക്കും പണമില്ലാത്ത ചെക്ക് നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. കേസിൽ കൊല്ലം മടത്തറ സ്വദേശി അഖിലിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. കമ്പനി മാനേജരെന്നും എഞ്ചിനീയറെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അഖിൽ സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. OLXിൽ ഇടപാടുകൾക്കും ഹാർഡ്വെയർ ഷോപ്പുകളിലും എഞ്ചിനീയർ എന്നും പ്രമുഖ കമ്പനി മാനേജർ എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇടപാടുകൾ നടത്തിയ ശേഷം പണത്തിന് പകരം വണ്ടി ചെക്ക് നൽകിയായിരുന്നു തട്ടിപ്പ്. പ്രതിയായ 38-കാരനെ മറ്റൊരു തട്ടിപ്പിന് ശ്രമിക്കുന്നതിനിടെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത്. കൊല്ലം മടത്തറ സ്വദേശി പറയാട്ട് വീട്ടിൽ അഖിലാണ് അറസ്റ്റിലായത്. പൊന്നാനി CV ജംഗ്ഷനിലെ സിൽസില എന്ന ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വണ്ടി ചെക്ക് നൽകി വാട്ടർ പ്രൂഫ് പെയിന്റ് വാങ്ങി വെളിയങ്കോട്ടെ മറ്റൊരു കടയിൽ വിൽക്കാനുള്ള ശ്രമത്തിനിടെയാണ് അഖിലിനെ പിടികൂടിയത്. സംശയം തോന്നിയ വെളിയങ്കോട്ടെ കടയുടമ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് അമ്പരപ്പിക്കുന്ന തട്ടിപ്പുകൾ പുറത്തുവന്നത്. OLX മുഖാന്തരം മൊബൈൽ ഫോൺ, വാഹനങ്ങൾ എന്നിവ വാങ്ങി പണമില്ലാത്ത ചെക്ക് നൽകി കബളിപ്പിക്കും. എന്നിട്ട് ഈ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രമുഖ സ്വകാര്യ കമ്പനി മാനേജർ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഹാർഡ്വെയർ ഷോപ്പുകളിലും ഫർണിച്ചർ ഷോപ്പുകളിലും എത്തി സാധനങ്ങൾ വാങ്ങി കമ്പനിയുടെ കർണാടക ബാങ്കിംഗ് പേരിലുള്ള ചെക്ക് നൽകി ഉടമകളെ കബളിപ്പിച്ച് കടന്നു കളയുന്നതാണ് അഖിലിന്റെ രീതി. കേരളത്തിൽ വിവിധ ജില്ലകളിലായി അഖിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി പോലീസ് പറഞ്ഞു. തൃശൂർ സെന്ററിലും ഗുരുവായൂരിലും ഈ കമ്പനി മാനേജർ എന്ന് പറഞ്ഞ് ഇയാൾ കമ്പനിയുടെ പേര് വെച്ച് ഓഫീസ് തുറന്നിട്ടുണ്ട്. ഇവരുടെ പേരിൽ കാർഡുകൾ അടിച്ചിറക്കിയും വ്യാജ ചെക്ക് ഉപയോഗിച്ചും വിവിധ കടകളിൽ നിന്നായി സിമന്റും കെട്ടിട നിർമ്മാണ വസ്തുക്കളും വാങ്ങി പണം നൽകാതെ കബളിപ്പിച്ചിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെയും പലയിടത്തും മോഷണവും പിടിച്ചുപറിയും തുടർക്കഥയാണ്. കാസർഗോഡ് ഉപ്പളയിൽ മത്സ്യവില്പനക്കാരിയെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം കവർന്നത്.
തിരുവനന്തപുരം പൂവച്ചലിൽ പള്ളിയിലെ കാണിക്ക വഞ്ചിയിൽ നിന്നും പാറശാലയിൽ കുരിശടിയിൽ നിന്നും പണം അപഹരിച്ചു. ആര്യനാട് ബിവറേജസിൽ തുടർച്ചയായി 3-ാം തവണയാണ് മോഷണം നടന്നത്. CCTV ക്യാമറകളിൽ സ്പ്രേ പെയിൻ്റ് അടിച്ച് കൂട്ടുപൊളിച്ചായിരുന്നു കവർച്ച. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉപ്പള മണിമുണ്ടയിലാണ് നാടിനെ ഞെട്ടിച്ച കവർച്ച നടന്നത്. മണിമുണ്ട റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം പട്ടാപ്പകലാണ് സംഭവം. മത്സ്യവിൽപ്പനക്കാരിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായാണ് പരാതി. ഉപ്പള ശാരദാനഗർ സ്വദേശിനി ഗംഗയാണ് ആക്രമണത്തിനിരയായത്. കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ വഴിയിൽ പതിയിരുന്ന 2-അംഗ സംഘം ഗംഗയെ ആക്രമിക്കുകയായിരുന്നു. അരപ്പവൻ തൂക്കം വരുന്ന കമ്മലുകളും 2 കൈകളിലെയും വളകളും അക്രമി സംഘം ബലമായി ഊരിയെടുത്തു. ആക്രമണത്തിൽ ഭയന്നുപോയ ഗംഗ ഉപ്പള മത്സ്യ മാർക്കറ്റിലെത്തി സഹപ്രവർത്തകരോട് വിവരം പറയുകയായിരുന്നു. ബായ് പിടിച്ചിട്ട് കൈ തല പിടിച്ചിട്ട് എല്ലാം പൊന്നിനെല്ലാം കൊണ്ടുപോയിനാൽ വല്ല കാത്തുണ്ട കാതുണ്ട് എല്ലാം കൊണ്ടുപോയിനാൽ പിന്നെ 2 തല കൊടുത്തിനാൽ. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് ഗംഗയുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. തിരുവനന്തപുരം ആര്യനാട് ബിവറേജസിൽ CCTV ക്യാമറകളിൽ സ്പ്രേ പെയിന്റ് അടിച്ച് പൂട്ടുപൊളിച്ചായിരുന്നു കവർച്ച. 2003-ലും 2024-ലും ഇവിടെ കവർച്ച നടന്നിരുന്നു. വണ്ണമുള്ള ഒരാൾ മുഖത്ത് മാസ്കും റെയിൻകോട്ടും ധരിച്ചാണ് മോഷണം നടത്തിയത്. പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. മദ്യക്കുപ്പികൾ മാനേജർ നൽകിയ പരാതിയിൽ ആര്യനാട് പോലീസ് അന്വേഷണം തുടങ്ങി. മുമ്പ് നടന്ന മോഷണ കേസുകളിലും പ്രതിയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അടുത്തറിയുന്ന ആരെങ്കിലുമാണോ സംഭവത്തിന് പിന്നിലെന്ന് നാട്ടുകാർ സംശയമുയർത്തുന്നുണ്ട്. പൂവച്ചൽ കുറക്കോണം പാറമുകൾ CSI പള്ളിയിലും മോഷണം നടന്നു. പള്ളിയുടെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന കാണിക്കവഞ്ചി തുറന്നാണ് പണം കവർന്നത്. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാറശാല കൊടവിളാകത്ത് കുരിശടി കുത്തിത്തുറന്നായിരുന്നു മോഷണം. കുരിശടിയിലെയും സമീപത്തെ ദേവാലയത്തിലെയും കാണിക്കകൾ കള്ളൻ കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം പാറശാല പരശുവയ്ക്കലിൽ 2 ക്ഷേത്രങ്ങളിലും മോഷണം നടന്നിരുന്നു. എറണാകുളം കോതമംഗലം ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നും ചെമ്പ് പട്ടകൾ മോഷ്ടിച്ച പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ 14-ന് രാത്രിയാണ് തങ്കളത്തുള്ള BSNL എക്സ്ചേഞ്ചിൽ മോഷണം നടന്നത്. പ്രതിയായ അസം സ്വദേശി ബോക്തോറായെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് കൊപ്പത്ത് ഓട്ടോറിക്ഷയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. വളാഞ്ചേരി സ്വദേശി അഷ്റഫിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്ത് പോലീസ്. പത്തനംതിട്ട, തിരുവല്ല, കോയിപ്പുറം സ്റ്റേഷനുകളിലായി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ തീയിട്ട് നശിപ്പിച്ചു. പോലീസ് നശിപ്പിച്ചത് 26 കിലോ കഞ്ചാവും 11 ഗ്രാമോളം MDMAയും. കോഴിക്കോട് മുക്കത്ത് 2.25 കിലോ MDMA പിടിച്ച കേസിൽ ഒരു സ്ത്രീ കൂടി അറസ്റ്റിലായത് മാങ്ങാപ്പോയിൽ സ്വദേശിനി ഖദീജ. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് 6 കിലോ കഞ്ചാവ് പിടിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പാലക്കാട് സെക്കൻഡ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ചാലക്കുടി സ്വദേശി ഷാമിലിനെ. കൊല്ലത്ത് അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 20 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പോലീസ് പിടികൂടി. സംഭവത്തിൽ പുള്ളിക്കട ഉന്നതിയിലെ CC കുട്ടൻ എന്ന രതീഷ് കസ്റ്റഡിയിൽ. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? കൃത്യമായി ഉത്തരം പറയാൻ കഴിയുമോ? ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കും. കുട്ടിക്കാലത്ത് മാതാപിതാക്കളോടാണെങ്കിൽ കൗമാരത്തിൽ സുഹൃത്തുക്കളാകാം, വിവാഹശേഷം പങ്കാളിയാകാം, പിന്നീട് മക്കളോടാകാം. അങ്ങനെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും പരിഗണനയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇതിൽ ആരും നമ്മളെ വിട്ടുപോകില്ലെന്നും എന്നും ഒപ്പം ഉണ്ടാകുമെന്നും കരുതാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്ന കുറേ മനുഷ്യരുണ്ടാകും. ചിലർ നിശബ്ദമായി നമ്മളിൽ നിന്നും അകന്നു പോകാം. ആ സമയം മനസ്സിന് വലിയ വേദനയും സങ്കടവും ഉണ്ടാകാം. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. നഷ്ടപ്പെടുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.